പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. എൻ്റെ മക്കളെ, നമുക്ക് പ്രാർത്ഥനയിലേക്ക്, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, പ്രഭാതത്തിൽ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ അലിവിൻ്റെ കരങ്ങളെ സ്പർശിക്കണമേ. സന്ധിബന്ധങ്ങളും മാംസപേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ക്ഷീണത്തിലിരിക്കുന്നവരും രോഗത്തിലിരിക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയരോഗികൾ ഈശോ നാമത്തിൽ ബലം പെടട്ടെ. കരൾ രോഗികൾ, ഉദര രോഗികൾ എല്ലാവരെയും കർത്താവിനെ അണിപ്പെടുത്താവുന്ന വറുതി കർത്താവ് സ്പർശിക്കപ്പെടട്ടെ. അടിപ്പണ പോലെ വൈതാക്കാളുമ്പോൾ ദൈവികമായ ശക്തി നിങ്ങളെ കൊഴുകട്ടെ. ഉച്ചമുള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പോർ ഔട്ട് ഹിസ് സ്പിരിറ്റ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ജോലി തടസ്സമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, പരീക്ഷക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഉത്കണ്ഠയോടെ തോക്കുമെന്നുള്ള നിരാശയോടെ വെയിറ്റ് ചെയ്യുന്നവരുടെ റിസൾട്ടുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വൈവാഹികമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവരെയും പിരിയാൻ പോകുന്നവരെയും പരസ്പര കലഹത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ഒഴുകട്ടെ. ദൈവത്തിൻ്റെ ശക്തി അവരുടെ കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് ആവശ്യിക്കട്ടെ. ഭവനരഹിതരെ, ഭവനം പണിയാൻ വീട് സ്ഥലമില്ലാത്തവരെ, അതെല്ലാം പല ബാങ്കിൻ്റെയും അതുപോലെ സർക്കാർ ഓഫീസുകളുടെയും നിയമക്കുരുക്കിൽ പെട്ടിരിക്കുന്നവർ, കർത്താവ് പാടം നികർത്താനുള്ളവരും അവരെ നികർത്താൻ അനുവാദമില്ലാത്തവരും, CRSD താമസിക്കുന്നവരും, അവർക്ക് അനുവാദം കിട്ടാത്തവരും, നമ്പറില്ലാത്ത ഭവനങ്ങൾ, നമ്പറില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ, അതുമൂലം ജീവിതത്തിൽ അത് തുടങ്ങാൻ പറ്റാത്തതിൻ്റെ പലിശ കയറി മുടിഞ്ഞ് എല്ലാ തരത്തിലും തൊഴിലുമില്ല, ജീവിതവുമില്ല, നിയമത്തിൻ്റെ ബലികടകളായിട്ട്, ഇരകളായിട്ട്, വികസനത്തിൻ്റെ ഇരകളായിട്ട് കർത്താവ് എങ്ങനെ ഓടാനും പറ്റും, കത്തുന്ന പെരയിൽ രക്ഷപ്പെടാനും പറ്റുന്നില്ല, ഓടാനും പറ്റുന്നില്ല, തീ കെടുത്താനും പറ്റുന്നില്ല. ഇങ്ങനെ ഭയങ്കര വല്ലാത്ത മാനസിക ജീവിത പിരിമുറുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവിൻ്റെ ശക്തിയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ. Lord, peace is with power and grace. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനം 1-5-6 തക്ക സമയം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയമില്ലേ? തക്ക സമയം പലപ്പോഴും രണ്ട് തക്കങ്ങൾ, നമ്മുടെ ഇരുട്ട് തക്കവും വെളുത്ത തക്കവും എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് മനുഷ്യനും 2 തക്കങ്ങളുണ്ട്. തക്ക സമയമുണ്ട്. ഒന്ന് നമ്മുടെ തക്ക സമയം. നമ്മുടെ തക്ക സമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആപേക്ഷികമായിരിക്കും. ആൻറ്റിയുടെ മകൾ കാനഡയിൽ പോയതുകൊണ്ട് ഞാനും കെട്ടിയെടുത്ത് കാനഡയിൽ പോയേക്കാം. കാര്യം അവൾ എന്നേക്കാൾ ഒരു വയസ്സ് ഇളയതാണെന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മളുണ്ടാക്കുന്ന തക്ക സമയം. അവർ ആ ആൻറ്റിയുടെ മകളെന്ന് സാധനം ആ ഒരു സംഭവം ജനിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. എന്നുവെച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളും കമ്പാരിറ്റീവ് ആണ്, റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. പല പ്രശ്നങ്ങളും കാര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും ഇതിങ്ങനെ ചിലപ്പോൾ ദൈവഹിതമായിരിക്കത്തില്ല. പലരും കുരുങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ, കുരുങ്ങിപ്പോയി. അതുപോലെ അങ്ങനെ ഈ പല കുരുക്കുകളും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇരുന്ന് വാങ്ങിക്കേണ്ടതാണ്. ദൈവികമായ പദ്ധതിക്ക് ശാന്തമാവുകയും ചിന്തിക്കാനും നിരന്തരം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചും, ഇപ്പോൾ നമ്മൾ ദൈവത്തിൽ വടിവരണ റഷ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ ഉന്തിയിടുന്നതാണ്. പണ്ട് ഉന്തിയിട്ട് ഒപ്പുരുഷമായി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ഈ പോർട്ടുഗീസ് ബിഷപ്പുമാരൊക്കെ ഭരിക്കണ കാലത്ത് അവർക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല. നമ്മൾക്കാണെങ്കിലും അന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നു പലർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുർബാനയൊക്കെ പടം കഴിഞ്ഞാൽ പിന്നെ ഉപ്പുരുഷമ മേടിക്കാൻ വേണ്ടി ബിഷപ്പ് വരണം. ബിഷപ്പ് 5 കൊല്ലം കൂടുമ്പോൾ വരത്തില്ല, ചില 10-15 കൊല്ലം കൂടി. കാര്യം ഒരു രൂപത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 5 രൂപതയുടെ വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ കാറൊന്നുമില്ല, പല്ലക്കിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ യൂറോപ്യൻ മെത്താന്മാർ ഒരു ഇടവക വരണമെന്ന് പറയണത് ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞൊക്കെ വരുത്തും, 15 കൊല്ലം കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ആൾക്കാർക്കെല്ലാം 35-40 വയസ്സൊക്കെ.
അപ്പോൾ ഈ 40 വയസ്സൊക്കെയാണ് ഓപ്പറേഷൻ മേടിക്കണ്ടേ. അതുകൊണ്ട് അവരൊന്നും പഠിക്കത്തില്ല, പഠിക്കാനുള്ള ഈ മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ളവരൊക്കെ ആൾക്കാർ തള്ളിയിടും. എത്ര ഓപ്പറേഷൻ മര്യാദക്കുള്ള ആൾക്കാർക്ക് ഓപ്പറേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ ക്യാരിയർ സാധ്യത അവർ ഉന്തി വെക്കും. അതിനകത്ത് ഉന്തിയിട്ട് ഓപ്പറേഷൻ എന്ന് പറയണത് കേൾക്കുമ്പോൾ രസമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പല സമ്മർദ്ദങ്ങളും ഉന്തിയിട്ട് ഓപ്പറേഷൻ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേറെ പലരുമാണ് ഉന്തണത് ദൈവദൃസന്നിധിയിലേക്ക്. ഇപ്പോൾ പഠനമായാലും വിവാഹമായാലും ഇപ്പം എൻ്റെ ചില വീട്ടിൽ പറയും, ഇനി ഞാനൊരിടത്തും പോലെ ഒരു പള്ളിയിലും പോണില്ല, ഒരു ആൾക്കാർക്ക് ചോദിക്കണം ആയില്ലേ എന്ന് ചോദിക്കണം. അതുകൊണ്ട് ഞാൻ ഒരിടത്തും പോകണില്ല, കുളിക്കാതെ ഇരിക്കാനിട്ടല്ലേ. ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പള്ളി പോണില്ല ചോദിക്കുമ്പോൾ കുളിക്കാതെ തേക്കാതെ ഇരിക്കണ കാണാം 15 ഞാൻ ഒരു പള്ളിയും പോയില്ല. ആൾക്കാരുടെ വായിക്കൊക്കെ ആൾക്കാർ ചോദിക്കണം ആയില്ലേ എന്താണ് ആൾക്കാർ ചോദിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യത്തിലാണ് ആയില്ലേ ചോദിക്കണത്. ഒന്ന് കല്യാണം ആയില്ലേ. ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ 22 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ആയില്ലേ എന്ന്. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും പ്രഗ്നൻ്റ് ആയില്ല. ഇത് ചോദിച്ച ആൾക്കാർക്ക് ഭ്രാന്തായി. അതുകൊണ്ട് ഈ ഒരിടത്ത് പോകുന്നത് ആൾക്കാർ ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഉന്തിരിഞ്ഞ്. അപ്പോൾ ഈ മറ്റുള്ളവരാണ് ഉണ്ടാക്കുന്നത് ഒരു സമയമുണ്ട് നമ്മുടെ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു, അതാണ് ഒരു പ്രശ്നം. ഈ ചുറ്റുവട്ടത്ത് ഈ കല്യാണം കഴിക്കാനുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ മറ്റുള്ളവരാണ് ഈ ഉന്തണം നമ്മൾ. അതാണ് ഉന്തിയിട്ട് പുരുഷ പോലെയുള്ള ഉന്തിയിട്ട് പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥിക്കും, പക്ഷേ ഉന്തിയിട്ട് പ്രാർത്ഥനയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തക്ക സമയം മറ്റുള്ളവർ നിശ്ചയിക്കും. പക്ഷേ നീ മറ്റുള്ളവരെ ഒഴിവാക്കണം. കർത്താവ് പണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അത് രസകരമായ ഒരു വചനമാണ്. യോഹന്നാൻ 18:8 യേശു പ്രതിവചിച്ചു ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഇവരെന്ന് പറഞ്ഞ ഒരു സമൂഹം എപ്പോഴും ക്രിസ്തുവായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതായത് ദൈവത്തിൻ്റെ തക്ക സമയം എന്നുണ്ട്. അതാണ് ഈ പത്രോസിന് നമ്മൾ 1 പത്രോസ് 5:6 പറയുന്ന തക്ക സമയം. നമ്മൾ പറയുന്ന തക്ക സമയം ജനങ്ങൾ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ അത് നമുക്ക് അതുപോലെ നടക്കുന്നില്ലെങ്കിൽ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ എന്ന് നോക്കി. ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റായിട്ടല്ല നോക്കണത്. നിനക്കെത്ര കിട്ടി ചോദിക്കത്തില്ലേ? എന്നുവെച്ചാൽ ഒരു മാർക്ക് അവരെക്കാൾ കുറവാണ് നിനക്കെങ്കിൽ അപ്പോൾ തന്നെ നിൻ്റെ മോന്ത പോകും. കാര്യം നിൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ പേപ്പറിലാണ് ഇരിക്കണത്. താരതമ്യം എന്ന് പറയുന്നതിനെ. അതുകൊണ്ട് ഇട്ടിയേറ്റ് എന്നൊക്കെയാണ് കർത്താവ് വിളിക്കുന്നത്. ഫിലിപ്പി 2:3 മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. വെച്ചാൽ മത്സര്യമാണ് അവരുമായിട്ട്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ പേരിലാണ് ഈ മത്സരിക്കുന്നത്. ആരാണ്? അഹങ്കാരികളായിരിക്കും. ഞാനാണ് വലുതെന്ന് പറയണവനില്ലേ, അതാണ് മത്സരിക്കണം. അതാണ് മാതാവ് പറയണത്. അഹങ്കാരികൾ ഭഗ്നാശരാകപ്പെടും, ചിതറിക്കപ്പെടും. പിന്നെ വിനയാന്യതരെ ഉയർത്തും. അതാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക. ദൈവത്തിൻ്റെ തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ അവർക്ക് കൂളായിട്ട് നിൽക്കും. ലോകം മുഴുവനും ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും എനിക്ക് കർത്താവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് അത് ചെയ്യും. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നു. അങ്ങനെ ജീവിതത്തെ നേരിടാൻ നോക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, സന്തോഷത്തോടെയാണ് ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. സുവിശേഷത്തിലൊക്കെ ഒരത്ഭുതം സംഭവിക്കുമ്പോൾ ജനങ്ങൾ എന്നാ പറയണത്? നമ്മുടെ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ആ ഇസ്രായേലിൻ്റെ വിശ്വാസ പാരമ്പര്യമാണ് നമ്മൾ പങ്കുപറ്റുന്നത്. അല്ല, ഒരാൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ അയാളുടെ വീട്ടിൽ സന്ദർശിച്ചെന്നാണ് പറയണത്. അല്ല, നമ്മുടെ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് സൗഖ്യം കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും കർത്താവ് സന്ദർശിച്ച പോലെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതേ അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? സന്തോഷവും നന്ദി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ
കൈയടിച്ച് പാടുക. കരിവാർന്ന് പ്രാർത്ഥിക്കുക. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒത്തിരി. നമുക്ക് ആ വചനം അറിയാത്തത് കൊണ്ടാണ് ആ സംസാരം നമ്മൾ കേൾക്കാത്തത്. എല്ലാ സാക്ഷ്യങ്ങളിലൂടെയും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴേ ഒരു ഡൈവേഴ്സ് കേസ് പറഞ്ഞില്ലേ അല്ലേ, ആൻസി ഇടുക്കിയിലെ ചേച്ചി. അപ്പോൾ ആ ഡൈവേഴ്സ് കേസ് അവർ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവരെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവം യോജിപ്പിച്ചതല്ലേ, ദൈവം യോജിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. എല്ലാ വിവാഹവും സമ്മതത്തോടെയാണ്, സ്വാതന്ത്ര്യത്തോടെയാണെങ്കിൽ, കുദാശ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം യോജിപ്പിച്ചതാ. പക്ഷെ ആർക്കാണത് അനുഭവവേദ്യമാകണത്? ദൈവം യോജിപ്പിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കുമ്പോഴാണ് നമുക്കത് അനുഭവവേദ്യമാകണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം യോജിപ്പിക്കണതും നമ്മൾ വിശ്വസിക്കണതും രണ്ട് കാര്യമാണ്. ഇപ്പം പ്രവാചകനെ ഒന്ന് പറഞ്ഞേ. പ്രവാചകനെന്ന് കരുതുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലം, നീതിമാനെ നീതിമാനാണെന്ന് കരുതുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലം. കർത്താവ് പറഞ്ഞൊരു വലിയ രഹസ്യമാണത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യം. മത്തായി 10:41. പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലം. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രതിഫലം ആശ്രയിക്കുന്നത് എന്തിനെ ആശ്രയിച്ചാൽ? കരുതലിനെ ആശ്രയിച്ച. കരുതലിനെ ബൈബിളിലെ വിശ്വാസത്തിന് പറയുന്ന വേറൊരു പേരാണ് കരുതൽ. പണ്ട് ഒരു സുവിശേഷത്തിൽ അച്ഛനത് പറഞ്ഞിട്ടുണ്ട്. അവൾ ഉള്ളിൽ കരുതിയെന്ന്. ആരാണ്? രക്തസ്രാവ രോഗി അല്ലേ? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് അവൾ ഉള്ളിൽ കരുതി. അതാണ് ലൂക്ക 8:40 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് കരുതുന്നവർക്ക് ഇന്നും ആ ശക്തി ലഭിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ അവൻ്റെ ശക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ വിശ്വാസത്തോടുകൂടി സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന, കർത്താവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന, കർത്താവേ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരവേലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേലം കരങ്ങളൊന്ന് ഉയർത്തി അടിച്ച് പാടട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ ആരാധന, കർത്താവേ മഹത്വം, ദൈവമേ ആരാധന, കർത്താവേ മഹത്വം, ദൈവമേ ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടി എടുത്തവർ ഉള്ളിൽ അവരുടെ കരുതൽ വർദ്ധിപ്പിക്കണം. ഉടമ്പടി എടുത്തവർ പ്രാർത്ഥിച്ച കർത്താവേ, എൻ്റെ ഉള്ളിൽ കരുതൽ വർദ്ധിപ്പിക്കണമേ. അതിനാണ് ആന്തരിക ബോധ്യത്തിനാണ് ഈ ഉള്ളിൽ കരുതലെന്ന് പറയുന്നത്. വിശ്വാസത്തിനേക്കാൾ ഇതിൽ മൂത്ത സംഭവമാണത്. പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. ആ വിവാഹത്തെ ദൈവം ഏത് മാനസിക രോഗത്തിന് ചികിത്സയാണെങ്കിലും ഭർത്താവ് ചവിട്ടി പുറത്താക്കിയാലും തിരിച്ച് ചെല്ലുമ്പോൾ അരമാരി ഉടുപ്പെടുക്കാൻ വേണ്ടി പുരുഷനെയും കൊണ്ട് ചെല്ലേണ്ടതാണ്. പക്ഷേ വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചെന്നല്ലേ അമ്മച്ചി പറഞ്ഞത്. അതാണ് സംഭവം. ഓരോ വിഷയം ഓരോരുത്തർ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടില്ലേ? ആ അപ്പോഴത്തെ ഒരു ഫാമിലി അന്തരീക്ഷം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കടിപിടിയും പിടിവലിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസിനെയും കൊണ്ട് ചെല്ലേണ്ടതാണ്. പക്ഷേ ഞാൻ പോലീസിനെ കൊണ്ട് ചെന്നില്ല, പിന്നെ ആരെ കൊണ്ട് ചെന്ന്? അമ്മനെയും കൊണ്ട് ചെന്ന്, ഈശോനെയും കൊണ്ട് ചെന്ന്, ദൈവത്തിനെയും കൊണ്ട് ചെന്ന്. അപ്പോൾ ആരെയാണ് കൊണ്ട് ചെല്ലണത്? അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്രേഡിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഈശോ പറഞ്ഞത്, ഫെയ്ത്ത് ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഗ്രേഡ്. അതായത് പ്രവാചകനായി കരുതുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലം. ദൈവം യോജിപ്പിച്ചതാണെന്ന് കരുതിയാൽ പിന്നെ നിനക്ക് വേറെ ആരുടെയും സപ്പോർട്ട് വേണ്ട. അതൊരു കരുതലാണ്. പക്ഷേ ആ വിശ്വാസ പാരമ്പര്യം എന്ന് പറയണത് ഒരു വല്ലാത്ത ഒരു പാരമ്പര്യമാണ്. ആന്തരികമായൊരു ബോധ്യമാണത്. കർത്താവ് വിഷയം ഏറ്റെടുക്കും. ഇപ്പോൾ റോഷൻ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? റോഷൻ എന്നാ പറഞ്ഞത്? ഉടമ്പടി ചെയ്തു, പക്ഷെ തോറ്റു. അപ്പോൾ എനിക്ക് തോന്നി ഇനി പ്രാർത്ഥനയ്ക്ക് പോകണ്ട, ഇനി എന്നാത്തിനാ പ്രാർത്ഥനയ്ക്ക് പോകേണ്ടത്. പിന്നെ ഞാൻ കരുതി, ഒരു വ്യക്തിയോടല്ലേ ഞാൻ ഉടമ്പടി ചെയ്തത്. കൺസെപ്റ്റിൻ്റെ പോക്കുണ്ടല്ലേ? സാക്ഷ്യം പറയുമ്പോൾ ഞാനാണെങ്കിൽ വായും പൊളിച്ചിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അവരല്ല സംസാരിക്കണത്. സഭയോട് സംസാരിക്കുമ്പോൾ സഭയോട് അവരുടെ അനുഭവത്തിലൂടെ ദൈവമല്ലേ സംസാരിക്കണത്. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിളാണ് അവൾ പറഞ്ഞത്. എന്താണ്? ഞാൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക്, പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോയി. എന്താ കാര്യം? ഞാനൊരു വ്യക്തിയോടാണ് ഉടമ്പടി ചെയ്തത്. എപ്പോഴും ഓർക്കണം, ഉടമ്പടി ചെയ്യുന്നവരെ ഒരു ശക്തിയോടെ, ഒരു പ്രസ്ഥാനം, ഒരു പ്രതിഭാസത്തോടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. വി ആർ കവനന്റ് വിത്ത് എ പേഴ്സൺ, വിത്ത് ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ പരിശുദ്ധ അമ്മ വഴി നമ്മൾ ആരോടാ ചെയ്യണം ഉടമ്പടി? ദൈവം ഒരു വ്യക്തിയാണ്. അത് പിതാവ് വ്യക്തിയാണെന്ന് നമ്മൾ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ കേൾക്കുന്നതാണ്. മത്തായി ശ്ലീഹ 64-ാം അധ്യായം 26-ാം അധ്യായം 64-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ പറഞ്ഞ്, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാണ്. അപ്പം പിതാവ് ഒരു ശക്തിയുമാണ്, അതേസമയം തന്നെ വ്യക്തിയുമാണ്. ഈശോയും ശക്തിയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു 1 Corinthians 1:24. യേശുക്രിസ്തു ശക്തിയുമാണ്, വ്യക്തിയുമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയുമാണ്, ശക്തിയുമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ മലാഖ പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി. പിതാവ് ശക്തിയാണ്, പുത്രൻ ശക്തിയാണ്, പരിശുദ്ധാത്മാവ് ശക്തിയാണ്, അതേസമയം തന്നെ വ്യക്തിയാണ്. ഈ 3 വ്യക്തികളും സത്തയിൽ ഏകമാണ്. പിതാവ് മാത്രം പ്രസാദിക്കത്തില്ല. പിതാവ് പ്രസാദിക്കും, പുത്രനും പ്രസാദിക്കും, പരിശുദ്ധാത്മാവും പ്രസാദിക്കും. ഞാൻ ചില സമയത്ത് പറയേ, ശരിയോ തെറ്റോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് കർത്താവ് തന്ന ഒരു നോട്ടാ. ഒരു മഞ്ഞ് കട്ട എടുക്കും, മഞ്ഞ് കട്ടയായിട്ട് കയ്യിലിരിക്കും, അതിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറ്റിട്ട് വീഴും, അതിൻ്റെ അകത്ത് വാതകം മേലോട്ട് പറന്നു പോകും. ഒരേ സമയം തന്നെ 3 അല്ലേ? ഖരം 1, വെള്ളം ദ്രാവകം 1,
വാതകം 1. അപ്പം 3 ആയില്ലേ? 3 അവസ്ഥകളാണ്. പക്ഷേ എല്ലാം H2O ആണ്, സത്തയിലേകമാണ്. ഈ ഖരവും ഈ വെള്ളവും ഈ വാതകവും 2 ഓക്സിജൻ തന്മാത്രയും 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയുമാണ്. വ്യക്തി 3 സത്തയിലേകമാണ്. പക്ഷേ ഈ വ്യക്തിയെ പ്രസാദിപ്പിക്കുമ്പോഴാണ് ശക്തി എമിറ്റ് ചെയ്യണത്. അത് ഈ സൽപ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഓർക്കണം, ഉടമ്പടിയിലെ മെയിൻ സംഭവം എന്താണ്? അവൻ പറയണത് പോലെയല്ലേ നമ്മൾ ചെയ്യണത്. അവൻ പറഞ്ഞത് എന്താണ്? ഉടമ്പടി, മരിയൻ ഉടമ്പടിയാകാൻ കാര്യം എന്താണ്? അമ്മയിലൂടെയാണ് അത് വെളിപ്പെട്ട് വന്നത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ സമയമായില്ല എന്നുള്ള മറ്റൊരു 2 നെഗറ്റീവ്സ് പറയും. അപ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടിയുള്ള സുവിശേഷത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, ഫോർമുലയാണ്. എന്താണ്? അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറഞ്ഞതാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഉടമ്പടിയിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവൻ പറയണ പോലെ ചെയ്തിട്ടാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. അവൻ പറഞ്ഞതാണ്, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അവൻ പറഞ്ഞതാണ്, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. അവൻ പറഞ്ഞതാണ്, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. അവൻ പറഞ്ഞതാണ്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അവൻ പറഞ്ഞതാണ്, നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതെല്ലാം അവൻ പറഞ്ഞതാണ് നമ്മൾ ചെയ്തൊള്ളാമെന്ന് പറയണതല്ലേ. അവൻ പറഞ്ഞതുപോലെ ചെയ്യാനും അമ്മ പറയുമ്പോൾ അവൻ പറഞ്ഞതുപോലെയാണ് നമ്മൾ ഉടമ്പടി ചെയ്തുകൊള്ളാൻ വേണ്ടി നമ്മൾ ഓരോ ഉപചാര പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കുമ്പോൾ എന്ത് സംഭവിക്കാം? ദൈവം പ്രസാദിക്കും. വ്യക്തി പ്രസാദിക്കുമ്പോഴാണ് ശക്തി നമ്മളിലേക്ക് വരണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈശോയെക്കുറിച്ച് എന്നാ പറഞ്ഞത്? 12:18 മത്തായിയുടെ സുവിശേഷത്തിൽ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയിൽ പ്രസാദിച്ചത്? ഈശോ തന്നെ താഴ്ത്തിയപ്പോഴാണല്ലേ, കുരിശു മണ്ണത്തോളം തന്നെ താഴ്ത്തിയപ്പോഴാണ് പാപത്തിന് പരിഹാരം ചെയ്യാൻ, ദൈവത്തോട് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി മനുഷ്യപ്പ സ്വീകരിച്ചുകൊണ്ട് ദൈവം തന്നെ പരിഹാരം ചെയ്തപ്പോൾ പിതാവ് പ്രസാദിച്ചപ്പോഴാണ് ആ ശക്തി നമ്മളിലേക്ക് വന്നത്. അതുകൊണ്ടാണ് മോശ വഴി നിയമമുണ്ടായി. യോഹന്നാൻ 1:17 മോശ വഴി നിയമമുണ്ടായി, യേശുക്രിസ്തു വഴി കൃപയും സത്യവും കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, നന്നായിട്ട് കരകളടിച്ചുകൊണ്ട് എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ ശക്തി നമ്മളിലേക്ക് വരണം അല്ലേ. ഉടമ്പടിയിലൂടെ നമ്മൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. എന്താണ്? ദൈവത്തെ, വ്യക്തിയെ പ്രസാദിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വെയിൽ കൊണ്ട്, മഴ കൊണ്ട് ഈ പത്രം, പ്രേക്ഷിത പത്രം ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, എന്താ കർത്താവേ, അങ്ങേ അറിയാത്തവരെ അറിയാനാണ് ഞാൻ ഈ വെയിൽ കൊള്ളണത്. നീ കാലുവരുടെ ഉച്ചിൽ കിടന്ന് എനിക്ക് വേണ്ടി വെയിൽ കൊണ്ട് ഒരു കുറ വരച്ചയായിരുന്നു, നീ ഉണങ്ങിപ്പോയില്ലേ. നിൻ്റെ രക്തസാക്ഷിത്വത്തോടും നിൻ്റെ ആത്മസമർപ്പണത്തോടും കൂടി എൻ്റെ വേദനയെ കൂട്ടിവെച്ചുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുന്നു. സ്തുതിക്കട ഹല്ലേലൂയ. വേദനകളെല്ലാം ചേർത്തുകൊണ്ട് കർത്താവേ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് നമ്മുടെ പീഡാനുഭവങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ കർത്താവിനോട് നമ്മൾ ഐക്യദാർഢ്യം പുലർത്തുകയാണ്. ഇപ്പം നമ്മൾ എളിമപ്പെടുമ്പോഴും എന്താ നമ്മൾ ചെയ്യണത്? പിതാവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവ് എളിമപ്പെട്ടത് കൊണ്ടല്ലേ പിതാവിൻ്റെ ശക്തി പ്രസാദിച്ച് ഈശോയിലേക്ക് വന്നത്. അതല്ലേ അതിൻ്റെ പ്രിൻസിപ്പിള് അല്ലേ? ഇപ്പം എളിമ അത്ര നിസ്സാര കാര്യമല്ല, വലിയൊരു കാര്യമാണ്. കൃപ നമ്മളിലേക്ക് ശക്തിയെ സഞ്ചരിപ്പിക്കണ ഒരു പ്രക്രിയയാണ് എളിമയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഉടമ്പടി ഇരിക്കുന്ന എല്ലാവരും എപ്പോഴും അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയിരിക്കണം. കർത്താവ് എളിമ എന്ന പുണ്യം. ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ? കർത്താവ് ഇപ്പം ജിനു ഒരു സാക്ഷ്യം എന്താ പറഞ്ഞത്? പരീക്ഷ എഴുതിയ കാര്യം ആരോടും പറയണ്ട, ജയിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞില്ലേ? ആ സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു വിഷയമാണ്. മറ്റുള്ള മനുഷ്യർ നമ്മളെ കൊച്ചാക്കി കളയുമോ എന്നുള്ള. ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് കൊച്ചാക്കി കളയുന്നതാണ് നമുക്ക് നല്ലത്. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ കാര്യം കർത്താവ് തന്നെ താഴ്ത്തിയില്ലേ? അവ 2:7 അനുസരിച്ച് കൊണ്ട് ഈ കൃപ പ്രസാദിപ്പിക്കുന്നതും കൃപയെന്ന് പറഞ്ഞ ശക്തിയെ നമ്മളിലേക്ക് സഞ്ചരിപ്പിച്ചെത്തണത് നമ്മൾ താഴുമ്പോഴാണ് വരുന്നത്. അതാണ് പ്രകൃത്യ ദൈവമായിരിക്കവേ ഈശോ അവൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തില്ല. അവൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിക്കാതെ ഫിലിപ്പിയർ 2:7 അനുസരിച്ചുകൊണ്ട് അവൻ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അത്യധികം ദൈവം ഉയർത്തണത് അത്യുന്നതിൻ്റെ ശക്തിയാലാണ്. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുന്നത് എങ്ങനെയാണ്? അത്യധികം ഉയർത്തുന്നത് എങ്ങനെയാണ്? അത്യുന്നതിൻ്റെ ശക്തിയാലാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ ലൂക്ക 1:34 നിൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജോലി കിട്ടും, എങ്ങനെ ഒഴിച്ച് പാസ്സാകും, ഞാനൊരു ബുദ്ധൂസാണല്ലോ, എങ്ങനെ 44 വയസ്സുള്ള 36 വയസ്സുള്ള എനിക്ക് ജീവിത പങ്കാളിയെ കിട്ടും എന്ന് നീ ചോദിക്കുമ്പോൾ ദൈവം തരണ ഉത്തരം എന്താണ്? എല്ലാവർക്കും അമ്മയ്ക്കുൾപ്പെടെ, പരിശുദ്ധ അമ്മയ്ക്കുൾപ്പെടെ ഒറ്റ ഉത്തരമേ ദൈവത്തിൻ്റെ കയ്യിലുള്ളൂ. കാര്യം 2 ഉത്തരം ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടാവത്തില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അമ്മ ചോദിച്ചാലും നീ ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും ദൈവം ഒറ്റ ഉത്തരമേ പറയത്തുള്ളൂ. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന്. എന്ത് പരിശുദ്ധാത്മാവാണ്? അത്യുന്നതിൻ്റെ ശക്തി. അതിൻ്റെ ഒയിറ്റിക്കായും നിന്റെ ജീവിത പങ്കാളിക്കായും നിന്റെ വ്യവസായത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഉന്നതിക്കായാലും ദൈവം നിന്നെ അനുഗ്രഹിക്കണത് അത്യുന്ന ശക്തി കൊണ്ട് മാത്രമാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ അത്യുന്ന ശക്തി കിട്ടാൻ ഞാൻ എന്നെ തന്നെ എന്തു ചെയ്യണം? തന്നെ താഴ്ത്തണം. അതാണ് വിഷയം. അപ്പോൾ താഴ്മ കിട്ടുന്ന എല്ലാ അവസ്ഥകളെയും നിങ്ങൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് സ്വീകരിക്കണം. പ്രൊഫഷൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? റൈറ്റിങ്ങിന് 400 വേണം, സ്പീക്കിങ്ങിന് 410 വേണം. എന്തിനാണ്? മറ്റുള്ളവരോട് പറയണ്ടേ എന്ന് പറഞ്ഞില്ലേ? മറ്റുള്ളവർ ചോദിച്ചാൽ പറയണ്ടേ? അതിനുവേണ്ടി കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് എനിക്ക് റൈറ്റിങ്ങിന് 400 വേണം, സ്പീക്കിങ്ങിന് 410 വേണം. ജയിച്ചാൽ പോരാ, നാട്ടുകാരോട് പറയാൻ പറ്റുന്ന ഒരു മാർക്ക് വേണമെന്നല്ലേ? അവിടെയൊക്കെ വരുന്ന പ്രശ്നം. അത് തൽക്കാലം ദൈവത്തിനൊരു രീതിയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ദൈവത്തിൻ്റെ രീതി, ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കും. പക്ഷേ ആഗ്രഹങ്ങൾ നമ്മളെ സത്തിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ അഹങ്കാരമായിട്ട് കൺവേർട്ട് ചെയ്യും. പ്രാർത്ഥിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം ആഗ്രഹങ്ങളെ മാനിക്കും. പക്ഷേ ആഗ്രഹങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അഹങ്കാരമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃപ വർക്ക് ചെയ്യത്തില്ല. ആഗ്രഹങ്ങളെ മാനിക്കുമെന്ന് അച്ഛൻ എന്നാ പറഞ്ഞത്? ഇപ്പോൾ ബർത്തിമേവൂസ് അന്ധയാചകനാണ്. അവൻ വഴികേറിയിരുന്നുകൊണ്ട് ദാവീദിൻ്റെ പുത്ര രക്ഷക എന്ന് വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അല്ലേ? കർത്താവിനെ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ കർത്താവ് നിൽക്കുകയും ചെയ്യും, നമ്മളെ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അവനെ വിളിച്ചപ്പോൾ കർത്താവ് അവനോട് എന്നാ ചോദിച്ചത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ്
നീ ആഗ്രഹിക്കുന്നത്. മർക്കോസ് 10:51 എന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പം നിന്റെ ആഗ്രഹത്തെ അപ്പോഴേ ബർത്തിമേവോസ് പറഞ്ഞു, ലോർഡ് ഐ വാണ്ട് ടു സീ, എനിക്ക് കാണണം കർത്താവേ എന്ന് പറഞ്ഞു. പിന്നെ കർത്താവ് അവൻ്റെ കണ്ണുകളിൽ തൊട്ടു. അല്ലേ, നീ ചോദിക്കണത് നിനക്ക് എന്തും ആഗ്രഹിക്കാം, പക്ഷേ ആഗ്രഹം സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം നീ പറയണത് മനുഷ്യരെക്കുറിച്ച് പറയരുത്, മനുഷ്യരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയാണെന്ന് പറയരുത്. അപ്പോൾ അഹങ്കാരമായി. ആഗ്രഹത്തെ ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വമാണെങ്കിൽ കൃപ കിട്ടാനുള്ള സാധ്യത കൂടും. ഈ ജീവശാസ്ത്രം, പ്രാർത്ഥനയ്ക്കും അതിൻ്റെ ജീവശാസ്ത്രമുണ്ട്. അത് പഠിച്ച കാര്യം എളുപ്പമാവും. ഇപ്പം കാനംകാരിയില്ലേ, അവളെ കരഞ്ഞുകൊണ്ട് പുറകെ നടന്നില്ലേ, ഇല്ലേ? അപ്പോൾ ഈശോ എന്നാ പറഞ്ഞ, പട്ടികളുടെ മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞ്, കർത്താവേ, പട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങളെ തിന്നാറുണ്ടല്ലോ. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്, മകളെ, നിൻ്റെ ആഗ്രഹം പോലെ, അതാണ് ആഗ്രഹം. 15:28 മത്തായിയുടെ സുവിശേഷം 15:28. നിൻ്റെ ആഗ്രഹം എന്തായാലും കർത്താവ് മാനിക്കും, അതിന് തെറ്റില്ല. നീ ഇപ്പം 400 വേണം സ്പീക്കിങ്ങിന്, അതുപോലെ തന്നെ റൈറ്റിങ്ങിന് 410 വേണമെന്ന് പറഞ്ഞാൽ കർത്താവ് അത് മാനിക്കും. നിൻ്റെ ദൈവം നിൻ്റെ ആഗ്രഹങ്ങളെ മാനിക്കുന്നതാണ്. പക്ഷേ പ്രശ്നം, റെഫറൻസ് വരുമ്പോൾ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞേക്കരുത്. ദൈവത്തിന് പറയാം, പക്ഷെ നിനക്ക് പറയരുത്. മറ്റുള്ള മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണെന്നുള്ള പറയുമ്പോൾ ചില സമയത്ത്, ചില സാഹചര്യത്തിൽ ആഗ്രഹങ്ങൾ എളിമ നഷ്ടപ്പെടുത്തും. എളിമ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ചില സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ എളിമയെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. എളിമ നഷ്ടപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഹങ്കാരമായിട്ട് തന്നെ വരത്തുള്ളൂ. അല്ല, എളിമ നഷ്ടപ്പെട്ടിട്ട് വേറെ ഒരു പൊസിഷൻ അതിനില്ല. അതുകൊണ്ടാണ് എപ്പോഴും എളിമപ്പെടുത്തുക എന്നുള്ളത് ബൈബിൾ പുറകെ നടന്ന് പറയണത്. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്തുവാനും. ആ വാക്കാണ് സംഖ്യ 8:3 അല്ല, നിയമാവർത്തനം 8:3. ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ വിട്ടത്, മരുഭൂമിയിലൂടെ പോലും നിങ്ങളെ ഉന്തിത്തള്ളി വിടുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങളെ എളിമപ്പെടുത്താനാണ്. അപ്പോൾ എന്തെങ്കിലും മരുഭൂമി അനുഭവങ്ങൾ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എളിമപ്പെടാൻ വേണ്ടി അത് അക്സെപ്റ്റ് ചെയ്യണം. എന്തെങ്കിലും മരുഭൂമി അനുഭവങ്ങൾ വന്നാൽ, കർത്താവേ, എന്നെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് നീ ഇത് ചെയ്യണത്, എൻ്റെ അഹങ്കാരം കഴുകിക്കളഞ്ഞ്. ഇപ്പോൾ നമുക്ക് ഈ എളിമക്കുള്ള കുഴപ്പമെന്തറിയാവോ? എളിമ ഭയങ്കര, ഈ വരാലിനെക്കുറിച്ച് പറയണ പോലെയാണ്. മുന്നാഴി വെള്ളത്തിൽ 3 പേരെ പറ്റിക്കുക എന്ന് പറയത്തില്ല, അതുപോലെയുള്ള എളിമ. നമ്മൾ ഈ എളിമയെന്ന് പറയണ പല സാധനവും ശരിക്കും പറഞ്ഞാൽ ദൈവം സ്കാൻ ചെയ്യുമ്പോൾ എളിമയല്ല, അഹങ്കാരമാണെന്ന് മനസ്സിലാവും. നമ്മൾ എളിമയെന്ന് പറയുന്ന ഡ്രസ്സ് പോലും ദൈവം അത് സ്കാൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ചില സമയത്ത് രസത്തിന് വർക്കും. ഈ നെഹ്റുവിനെയും ഗാന്ധിയെയും കാണുമ്പോഴേ ഇടയ്ക്ക് രസത്തിന് വർക്കണതാണ് എൻ്റെ താൻ. നെഹ്റുവിന് ആവശ്യത്തിനേറെ ഡ്രസ്സുണ്ടല്ലേ, എന്തെല്ലാം ഡ്രസ്സാണ് ഉള്ളത്. നെഹ്റുവിൻ്റെ കൂടെ ഡ്രസ്സ് ഇട്ട് ജയിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും പറ്റത്തില്ല. എന്താ കാര്യം? നെഹ്റുവിന് ഒരു കുർത്ത, പിന്നെ ഒരു ജാക്കറ്റ്, ഓവർകോട്ട്, ഒരു തൊപ്പി, ഇതില്ലാഞ്ഞിട്ടൊരു പൂവും കൂടി വെച്ചിട്ടാണ് നെഹ്റു നടക്കുന്നത്, ഇല്ലേ? മഹാത്മാഗാന്ധിക്ക് ഉടുപ്പിട്ട് ഒരിക്കലും നെഹ്റുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ തോൽപ്പിക്കാൻ എന്താ മാർഗം? ഉള്ള ഒരു പൂരിക്കളയാനേ പറ്റത്തുള്ളൂ, വടി പിടിക്കാനേ പറ്റത്തുള്ളൂ. അവരങ്ങനെ ചെയ്തെന്നല്ല ഞാൻ പറയണത്. നമ്മുടെ എളിമ പോലും വേറെ ആരെയോ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരാം. ഇതാണ് പ്രശ്നം. ഇതിനാണ് ധ്യാനം വേണമെന്നൊക്കെ പറയണത്. എളിമയുടെ ഈ അഹങ്കാരം ചിലപ്പോൾ എളിമയുടെ വേഷം കെട്ടിയാണ് വരണത്.
എഫേസ്യർ 6:12 പറയത്തില്ലേ, ഉന്നതങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാവെന്ന്. തിന്മയുടെ ദുരാത്മാവിനൊരു പ്രശ്നം, അവൻ രംഗബോധമില്ലാത്ത കോമാളിയാണ്. തിന്മയുടെ ദുരാത്മാവ് ചിലപ്പോൾ എളിമയുടെ വേഷം കെട്ടി അഹങ്കാരം നിന്നിൽ വസിക്കും. ഇത് നമ്മൾ പല തകർച്ചകളും നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ച് വളർത്തുന്നതാണ്. നട്ടുകാട് മുമ്പിലും സമൂഹത്തിലും ആളാകാൻ വേണ്ടി ചെയ്തു കൂട്ടണ പല ബിസിനസ്സുകൾ, പല പ്രവർത്തനങ്ങൾ, പല പദ്ധതികൾ എല്ലാം നീ ഇടയ്ക്കിരുന്നൊന്ന് ആത്മശോധന ചെയ്ത് നോക്കണ കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയണത്, നിൻ്റെ കാനഡയിൽ പോക്ക് ആൻറ്റിയുടെ മകൾ പോയത് കൊണ്ടാണ് പോകണമെന്ന് ചോദിക്കും. ആൻറ്റിയുടെ മകളും ഇല്ല, ആൻറ്റിയും ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. കൂട്ടുകാരെല്ലാം കൂടി പോയത് കൊണ്ടാണ് നീയും അങ്ങനെ ഒരു അജണ്ട എടുത്തതെന്നുണ്ടെങ്കിൽ ഏജൻറ്റ് നിന്നെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിൻ്റെ ചുറ്റുവട്ടമുള്ള ആൾക്കാർ അവിടെ കാർ ഒന്നിനൊന്ന് മാറണ കൊണ്ടും അവിടെ വീട് അവർ വിറ്റിട്ട് പുതിയ വീട് വെച്ചത് കൊണ്ടാണോ നീ പിന്നെ കാശുണ്ടാക്കാൻ വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി ഫോറിൽ പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ അറിയാതെ മറ്റുള്ളവരുടെ സാഹചര്യത്തെ സമ്മർദ്ദം കൊണ്ട് നമ്മളും അവരെപ്പോലെ ആകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിന് ഒത്തിരിയേറെ പദ്ധതികളുണ്ടാക്കും. ടെൻഷൻ ഇങ്ങനെ കിടക്കല്ലേ അടിക്കാൻ വേണ്ടി. ഇപ്പോൾ റോഷൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് ടെൻഷൻ തോന്നിയില്ല എന്ന് പറഞ്ഞില്ല അല്ലേ? ടെൻഷൻ തോന്നുന്നതാണല്ലോ ഈ ആൾക്കാർ ഓരോരോ. ഇപ്പം ഒരു നല്ല വീട് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കും. നമ്മൾ ഒരു നല്ല കാറ് കാണുമ്പോൾ ടെൻഷൻ അടിക്കും, നല്ല സാരി കാണുമ്പോൾ ടെൻഷൻ അടിക്കും. ടെൻഷൻ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ. പള്ളി വരുമ്പോൾ തന്നെയാണ് എല്ലാ ടെൻഷനും കളയാൻ വേണ്ടിയാണ് പള്ളി വരുന്നത്. അപ്പോൾ നാട്ടുകാരൻ മുഴുവൻ ബനാറസ് സിൽക്കും സാരിയും എൻ്റെ കമ്മലും പുതിയ സംഭവം നമുക്ക് ടെൻഷനായി പോകും. ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ പള്ളി വരുമ്പോഴുണ്ട് കൂട്ടമാണ് ഇടി പോലെ ടെൻഷൻ അടിച്ച് എല്ലാം കാണുന്നവരെല്ലാം അവിടെ സ്വർണം കൊണ്ട് നമ്മളെ ടെൻഷൻ അടിപ്പിക്കും, അവിടെ ബ്ലൗസ് കൊണ്ട്, അവിടെ വസ്ത്രം കൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ പക്ഷേ എന്താ പറയണത്? ഈ ടെൻഷൻ്റെ ഭാഗമായിട്ടാണ് പ്രാർത്ഥന വരുന്നത്. ഉടമ്പടിയിലുള്ള പ്രാർത്ഥനകളുടെ 14 ആരെങ്കിലും നിങ്ങൾ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെൻഷൻ്റെ പരിണത ഫലമാണ്. ടെൻഷൻ്റെ പരിണത ഫലമാണെങ്കിൽ അത് നിൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നത്. ചില കാര്യങ്ങൾ അതുകൊണ്ടാണ് കർത്താവ് പറയണത്, അപ്പാ എനിക്ക് പലതും തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് നീ എന്താണ് തീരുമാനിക്കണത് അതുപോലെ നടന്നാൽ മതിയെന്ന് പറയും. എല്ലാ ടെൻഷൻ അവസാനിപ്പിക്കണം അങ്ങനെയാണ്. ടെൻഷൻ വേറെ രീതിയിൽ അവസാനിക്കാൻ പറ്റും. അപ്പോൾ അവരെന്താ പറയണത്? പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ടെൻഷനില്ല, 2 മണിക്കൂർ എഴുതേണ്ട പരീക്ഷ ഞാൻ 1.25 മണിക്കൂർ കൊണ്ട് എഴുതിയിട്ട് എനിക്ക് ടെൻഷൻ എന്തുകൊണ്ടാണ് തോന്നാഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് ടെൻഷൻ തോന്നാഞ്ഞത്? ടെൻഷൻ തോന്നാതിരിക്കാനുള്ള ഔഷധം ബൈബിളിലുണ്ട്. ടെൻഷൻ അടുപ്പിക്കുന്ന വിഷയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരാക്രമത്തെക്കാളുപരി ടെൻഷൻ തോന്നാതിരിക്കാനുള്ള ഔഷധമാണ് നിങ്ങൾ വിശ്വാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. എന്താ ടെൻഷൻ തോന്നാതിരിക്കാനുള്ള ഔഷധം? അതിൻ്റെ പേരെന്താണ്? അതിനാണ് ഈ അഭിഷേകം എന്ന് പറയണത്. നമുക്ക് 2 കാര്യങ്ങൾ ദൈവത്തോട് തരാം. ഫിസിക്കൽ കൈൻഡ് ആണെങ്കിൽ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളാണെങ്കിൽ അത് പദാർത്ഥമായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ദൈവത്തോട് കൃപ ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിഷേകമായിട്ട് കിട്ടും. അനുഗ്രഹവും അഭിഷേകവും 2 2ആണ്. നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ലേ അല്ലേ? ടെൻഷൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ നീ പോണത്, പക്ഷേ ടെൻഷൻ നിന്നെ വിഴുങ്ങാൻ ഞാൻ Isaiah 43:2 നമുക്ക് ടെൻഷൻ ഉള്ള സാഹചര്യമാണെങ്കിലും അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ടെൻഷൻ അനുഭവിക്കാത്ത ആഫ്റ്റർ വാട്ട് ഈസ് ഇറ്റ് അനുഭവമാണ്. ഈ ഹൃദയമാണ് എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ടാർഗറ്റാക്കേണ്ടത്. ദയവായി നീ എപ്പോഴും, ഞാൻ ഒരിക്കലേ ഒരു മനുഷ്യനെ CBI ഓടിച്ചിട്ട് റെയ്ഡ് ചെയ്ത് അവസാനം CBI പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഈ മനുഷ്യൻ വെട്ടിച്ചു പോയി. 14ാമത്തെ നിലയിൽ പോയി ഇരുന്നിട്ട് എന്നെ വിളിച്ച്
എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, അച്ഛാ താഴെ CBI ഉണ്ട്, കള്ളക്കേസിൽ പെട്ടിരിക്കുകയാണ് ഞാൻ അകത്തായാൽ അച്ഛൻ മാത്രമേ ലോകത്തറിയത്തുള്ളൂ ഞാൻ അകത്തായെന്ന്. പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യണം, അച്ഛനോട് മാത്രമേ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സിം ഒടിക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എന്നെ അനുസരിച്ച് സിം ഒടിച്ചു കളഞ്ഞു, എന്നോട് വിളിച്ചു വെച്ചു. എനിക്ക് പേടിച്ചു പോയി. കാര്യം ഈ മനുഷ്യൻ, ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈ മനുഷ്യൻ അകത്താകാൻ പോണ കാര്യം. അപ്പം ഞാൻ ഈശോനെ പറഞ്ഞു, ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, കർത്താവിൻ്റെ താഴെ നിന്ന് തന്നെ പുറകിൽ നിന്ന് ഞാനിത് പറയണത്. കർത്താവ് എനിക്ക് തന്ന ഒരു വാക്കാണത്, ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ആ മനുഷ്യൻ ഈ രാത്രി ടെൻഷൻ എടുത്തിട്ട് ആ മനുഷ്യൻ നിന്നെപ്പോലെ ചേര വിയർക്കും, ചിലപ്പോൾ അറ്റാക്ക് വന്ന് ചത്തും പോകും. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? ഏത് CBI ആയാലും ശരി, ഏത് നടപടിയായാലും ശരി, അതിൻ്റെ ആവിയും പുകയും അവൻ്റെ ഹൃദയത്തിന് എക്കാത്തൊരു ഹൃദയം കൊടുക്കാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയുടെ ടാർഗറ്റ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും കർത്താവേ ഞാൻ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നുവെന്ന് സങ്കീർത്തനം പറഞ്ഞില്ലേ? 57 സങ്കീർത്തനം 1-ാമത്തെ വാക്യം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴോ ഒന്ന് പറഞ്ഞ്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകും. കർത്താവേ ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. ഇപ്പം കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമ്പോൾ നമുക്ക് പുറത്ത് സംഭവിക്കുന്നത് എന്താണ്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റാണ് കടന്നു പോകുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് രോഗമായാലും കടമായാലും ജപ്തി നടപടിയായാലും അത് കടന്നു പോകുമ്പോൾ അതിൻ്റെ ആവിയും പുകയും നിന്നെ അറിയിക്കാതെ കൊണ്ടുപോകാൻ കർത്താവിൻ്റെ ചിറകൊക്കെ കഴിയും. കൈ അടിച്ച് കർത്താവ് കർത്താവേ, വിനാശത്തിന്റെ പാതയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നെങ്കിലും കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് കർത്താവേ ഒന്നിലും ഞാൻ ഭയപ്പെടുകയില്ല. സ്തുതിക്കട്ടെ ശക്തമായി.